നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ സങ്കല്പത്തിലെ കുടുംബം എന്ന വിഷയത്തിൽ സംവാദിക്കാനാണ്. മാതാപിതാക്കളെയും ഗുരുവിനെയും ദിനചര്യയുടെ ഭാഗമായി കാൽ തൊട്ട് വന്ദിക്കണമെന്നായിരുന്നു മുൻകാലങ്ങളിലൊക്കെ. മാതാപിതാക്കൾക്കോ ഗുരുവിനോ ഒരു വിടർന്ന പുഞ്ചിരി പോലും സമ്മാനിക്കാത്ത പുത്തൻ തലമുറയ്ക്ക് ഇതൊരു പരഞ്ചൻ ഏർപ്പാടായി തോന്നുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഗുരുത്വം നഷ്ടപ്പെട്ട തലമുറകൾ വാർത്തെടുക്കുന്നതിൽ തമ്മിൽ മത്സരിക്കുന്ന പുതിയ കാലത്ത് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് നന്മ നഷ്ടപ്പെടാത്ത ചില ആചാര്യന്മാർ പറയുന്നത്. ബഹുമാനം പ്രകടിപ്പിക്കുന്നത് 4 ആചാരങ്ങളിലൂടെയാണ്. ഒന്നാമത്തേതാണ് നമസ്തേ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് മുതിർന്നവരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. മൂന്നാമത്തേതാണ് കാൽ തൊട്ട് വന്ദിക്കുന്നത്. നാലാമത്തേതാണ് അവസാനത്തേതായിട്ടുള്ളത് സാഷ്ടാംഗം നമസ്കാരവുമാണ്. ദിവസവും കാലത്ത് മുതിർന്നവരുടെ കാൽ തൊട്ട് വന്ദിക്കുക വഴി നമുക്ക് വിശ്വാസ പ്രമാണങ്ങളുടെ രീതി അനുസരിച്ച് ലഭ്യമാകുന്നത് അവരുടെ അനുഗ്രഹമാണ്. അതായത് അവർ നമുക്ക് വേണ്ടി ചെയ്ത സേവനത്തെ അനുസ്മരിക്കുന്നതിലൂടെ കാൽ തൊട്ട് വന്ദിക്കുന്നതിലൂടെയും നാം നിർവഹിക്കുന്നത്. പകരം അവരുടെ അനുഗ്രഹത്തെയും നാം അതിലൂടെ ലഭ്യമാക്കി കഴിഞ്ഞു എന്നതും സാരം. നമ്മൾ നമുക്ക് ജന്മം നൽകിയവരുടെ മുന്നിൽ കുമ്പിടുമ്പോൾ നിങ്ങളെ ഞാൻ എൻ്റെ സർവവും ആയി കാണുന്നു എന്നും നിങ്ങളിൽ കഴിഞ്ഞു എനിക്ക് മറ്റൊരാളും ഇല്ല എന്നും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മുന്നിൽ ഞാൻ എത്ര ചെറുതാണ് എന്ന വലിയ മനസ്സുമാണ് കാണിക്കുന്നത്. എൻ്റെ ജന്മത്തിന് ശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി അനുഭവിച്ച ഓരോ കഷ്ടപ്പാടും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നും അതിലർത്ഥമുണ്ട്. ഒരു നാണവും വിചാരിക്കാതെ അച്ഛൻ്റെയും അമ്മയുടെയും കാൽ തൊട്ട് നമസ്കരിക്കുക. അങ്ങനെ അതിൽ നിന്നും നിങ്ങളുടെ ഒരു സമൂഹം ഉയർന്നു വരട്ടെ, അതും നന്മയുള്ള സമൂഹം. അങ്ങനെയുള്ള സമൂഹം ഉയർന്നു വരുമ്പോൾ അവിടുത്തെ കുട്ടികൾ ഒരിക്കലും മാതാപിതാക്കളെ, വൃദ്ധജനങ്ങളെ നഷ്ടപ്പെടാൻ സാധിക്കില്ല. ഇന്ന് നമ്മുടെ ഭാരതീയ സംസ്കാരം നമ്മളിൽ നിന്ന് പോയോ എന്ന് തൊട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ മൂല്യവും നഷ്ടപ്പെടുന്നു. എന്നാൽ യോഗാഭ്യാസത്തെ മികച്ച ഒരു വ്യായാമ മുറയായി കണ്ടുവരുന്നു. ആധുനിക സങ്കല്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് കാൽ തൊട്ട് വന്ദിക്കുക, സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്ന എന്നിവ എന്നൊക്കെ ഒരു യോഗാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ മികച്ച വ്യായാമ രീതിയിൽ അതിൻ്റെ കാണുന്നതിൽ തെറ്റില്ല. മാതാപിതാക്കളിൽ വന്ദിക്കുക വഴി കുടുംബത്തിൽ ഏകാന്തബോധം വളരുമെന്ന് ആചാര്യന്മാർ വിധിയെഴുതിയിട്ടുണ്ട്. സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നെന്നും പറയുന്നുണ്ട്. ഇതോടെ അത്തരത്തിലുള്ള ഭവനങ്ങളിൽ നിന്നും കലി പുറത്തു പോകുമെന്നും വിശ്വാസമുണ്ട്. പാദത്തിന് പ്രത്യേകം ഒരു മഹത്വമുണ്ട്. പുരാണങ്ങളിൽ സങ്കല്പിച്ചിരിക്കുന്നത് ഋഷീശ്വരന്മാർ പോലും സങ്കല്പിക്കുന്നത് ആശ്രയിക്കാനുള്ളായിരുന്ന അവസാനത്തെ ഒരു തുമ്പ് ഭഗവാന്റെ പാദങ്ങളാണെന്നും ഭഗവാന്റെ പാദങ്ങളിലാണ് നമ്മൾ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതെന്നും പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠ പാദമാണ് ഭഗവാന്റെ പാദം. പ്രണാമോ ദുഃഖശമനത്വം നമാമി ഹരിപരം മാതൃപ്രതിവന്ദനം ത്വമേവ മാതാഞ്ച പിതാംചമേവ ത്വമേവ ബന്ധുച്ഛ സഖാത്വമേവ ത്വമേവ വിദ്യദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ യദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത സമസ്തസ്യേ നമോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ.